ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൂടെ നടന്നവർ കൂട്ടം വിട്ടുപോയപ്പോൾ കൂടെ ചേർന്ന് നടന്ന് അവരെ തിരികെ കൊണ്ടുവരുന്ന മനോഹര സംഭവത്തിൻ്റെ വിശദീകരണമാണ് ഈ ഞായറാഴ്ചത്തെ വേദഭാഗം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വേദഭാഗം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. യെരൂശലേമിൽ നിന്ന് ഉയർപ്പ് ഞായറാഴ്ച എമ്മാവൂസിലേക്ക് തിരികെ പോകുന്ന 2 ശിഷ്യന്മാരെ കുറിച്ചുള്ള പ്രതിപാദനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഭംഗിയായി വിവരിക്കപ്പെടുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈ സംഭവത്തെക്കുറിച്ചൊരു സൂചനയുണ്ട്, എന്നാൽ വിവരണങ്ങളില്ല. അതേസമയം ഈ 2 ശിഷ്യന്മാരുടെ യാത്രയെക്കുറിച്ച് ലൂക്കോസ് എവൻഗേലിയോസ്ത സവിസ്തരം പ്രതിപാദിക്കുന്നു. ഈ 2 പേരിൽ ഒരാൾ ക്ലയോപ്പാവാണെന്നും എന്നാൽ മറ്റേയാൾ ആരാണെന്നും വ്യക്തമായി വേദഭാഗത്ത് പ്രതിപാദിക്കുന്നില്ല. അവർ യേശുക്രിസ്തുവിൻ്റെ മരണം, കർത്താവിൻ്റെ കബറടക്കം, പുനരുത്ഥാനം എന്നീ ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ സന്ദേഹവും മനസ്സിൽ നിരാശയും കൊണ്ട് യെരൂശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര പോകുന്നു. ഈ അവസരത്തിൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നു. ചേർന്ന് നടന്നുകൊണ്ട് അവരുടെ സംഭാഷണ വിഷയത്തിൽ കർത്താവ് ഇടപെടുകയാണ്. യേശുക്രിസ്തു അവരോട്, എന്താണ് നിങ്ങൾ ഇത്രമാത്രം നിരാശപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ മുഖം വാടിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ സംഭാഷണ വിഷയം? അവരിൽ ഒരുവനായ ക്ലയോപ്പാവ്, യെരൂശലേമിൽ സംഭവിച്ചതൊന്നും നീ അറിയുന്നില്ലയോ? ഞങ്ങളുടെയൊക്കെ വലിയ പ്രതീക്ഷയായ യേശുവിനെ നമ്മുടെ പുരോഹിതന്മാർ ക്രൂശിച്ചു, അവൻ കബറടക്കപ്പെട്ടു. എന്നാൽ ഞങ്ങളുടെ കൂടെയുള്ള ചില ശിഷ്യന്മാരും സ്ത്രീകളും ഇന്ന് അവൻ്റെ കല്ലറയ്ക്കൽ ചെന്നു അവൻ ഉയർത്തെഴുന്നേറ്റവനെന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ ഇവരെ എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഇവരുടെ സംഭാഷണ വിഷയമാകുന്നുവെങ്കിലും ശരിയായിട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ വേദഭാഗം പഠിപ്പിക്കുന്ന ഏറ്റവും കാതലായ, പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ അടിസ്ഥാനപരമായ സന്ദേശം എന്ന് പറയുന്നത് തിരിച്ചറിവിലൂടെയുള്ള മടങ്ങിപ്പോക്കൽ എന്നതാണ്. തിരിച്ചറിയുക, മടങ്ങിപ്പോവുക. യഥാർത്ഥത്തിൽ തിരിച്ചറിവ് ഇവർക്കില്ല. ഇവർക്ക് യേശുവിനെ കുറിച്ച് അറിയാം. നമ്മൾ ഈ വേദഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും കബറടക്കത്തെക്കുറിച്ചും ചില ശിഷ്യന്മാരും സ്ത്രീകളും പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും പറഞ്ഞു കേട്ട അറിവ് ഇവർക്കുണ്ട്. എന്നാൽ ഇവർ അസ്വസ്ഥരായതുകൊണ്ട് ഇവരുടെ യാത്രയിൽ അവരുടെ ഹൃദയം മുഴുവൻ നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിലേക്ക്, എൻ്റെയും നിങ്ങളുടെയും ആധ്യാത്മികതയിലേക്ക്, സഭാജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ മതജീവിതത്തിൻ്റെ, സഭാജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ചിന്തിച്ചാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ സാധാരണ നിലയിൽ നമ്മളൊരു മറുപടി പറയും, ഇങ്ങനെ പോകുന്നു. എന്താണ് ലക്ഷ്യം എന്നറിയത്തില്ല. എന്താണ് ഈ ലോക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി എന്ന് നമുക്കറിയത്തില്ല. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ യെരൂശലേം ഉപേക്ഷിച്ച്, കൂട്ടം ഉപേക്ഷിച്ച്, കൂട്ടായ്മ ഉപേക്ഷിച്ച് ഞാനും നിങ്ങളും ലക്ഷ്യമില്ലാതെ, നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യമില്ലാതെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അവിടെയാണ് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈ വേദഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ വശമായി മനസ്സിലാക്കേണ്ടത്. കർത്താവ് അവരോട് ചേർന്ന് നടന്നു. യേശുവിൻ്റെ ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നവരാണിവർ. എന്നാൽ ഇപ്പോൾ അവർ കൂട്ടത്തിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയാണ്. അവരോട് ചേർന്ന് നിന്ന് അവരെ തിരികെ കൊണ്ടുവരണം. അതാണ് കർത്താവിൻ്റെ ലക്ഷ്യം. കൂടെയുള്ളവർ നഷ്ടപ്പെട്ടാൽ അവരെ തിരികെ കൂട്ടത്തിലേക്ക് ചേർക്കേണ്ടത് യേശുക്രിസ്തു പഠിപ്പിച്ച മഹനീയ സന്ദേശമല്ലേ? യഥാർത്ഥത്തിൽ ഹൃദയവേദനയോടെ ഞാനും നിങ്ങളും ഈ വിഷയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നു. അവർ കൂട്ടത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവരായി യെരൂശലേം ഉപേക്ഷിച്ച്, കൂട്ടായ്മ ഉപേക്ഷിച്ച് യാത്ര പോകുന്നവരാണ്. യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ
അവരോടുകൂടെ യേശു ക്രിസ്തു ചേർന്ന് നടക്കുമ്പോൾ കർത്താവ് നിർവഹിക്കുന്നത് അവരുടെ സന്ദേഹങ്ങളും സംശയങ്ങളും അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളുമെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ തിരുവചനങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ കർത്താവ് മാറ്റിക്കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ തിരിച്ചറിവിൻ്റെ പ്രഥമ പടിയെന്ന് പറയുന്നത് തിരുവഴുത്തുകളുടെ വ്യാഖ്യാനവും തിരുവഴുത്തുകളുടെ ആന്തരികമായ അർത്ഥതലവും മനസ്സിലാക്കുക എന്നതാണ്. ഇവിടെ യേശുക്രിസ്തു നിർവഹിക്കുന്നത് ഈ മഹനീയമായ പ്രക്രിയയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട സത്യം, നമുക്കൊക്കെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പലപ്പോഴും ജീവിതത്തിൻ്റെ പല മേഖലകളിലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് മോശയും ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളും പറഞ്ഞതിനെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കഷ്ടാനുഭവവും കബറടക്കവും പുനരുത്ഥാനവും വേദപുസ്തക അടിസ്ഥാനത്തിൽ പെട്ടിട്ടുള്ളതാണ് എന്നുള്ള മർമ്മം ദൈവീക ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ ലോകം, പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ വാർത്തയ്ക്കാണ് പ്രാധാന്യം. വാർത്തയുടെ അഗാധതലത്തിലെ വിജ്ഞാനത്തിന് പ്രാധാന്യമില്ല. വാർത്ത കേട്ട് ഞാനും നിങ്ങളും ഭയചകിതരാകുകയാണ്. വാർത്ത കേട്ട് നമ്മൾ നിരാശപ്പെടുകയാണ്. വാർത്തയാണ് ആധുനിക ലോകത്തെ നയിക്കുന്നത്. എന്നാൽ വാർത്തയുടെ ഉള്ളിലെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ദൈവീക ജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത്. യേശു സംഭവം ഒരു വാർത്തയായി എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ വാർത്തയ്ക്കുള്ളിലെ ആന്തരിക അർത്ഥതലം വേദാർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു വിവരിച്ചപ്പോൾ അവർ യഥാർത്ഥത്തിൽ ദൈവീക ജ്ഞാനത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം ലഭിക്കുന്നു. അതാണ് ഈ വേദഭാഗത്തിൻ്റെ 2ാമത്തെ അർത്ഥതലം. സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വേദാർത്ഥത്തിലൂടെ അകക്കണ്ണുകളെ തുറക്കുവാനുള്ള പ്രചോദനം അത് നമുക്കുണ്ടാകണം. നമ്മുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അർത്ഥതലവും ശരിക്കും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രതിസന്ധികളുടെ നടുവിലെ നമ്മുടെ ആശ്രയമാണ് ദൈവവചനം. യേശുക്രിസ്തു ഇവരോട് ചേർന്ന് നടന്നുവെങ്കിലും കർത്താവിനെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ കണ്ണുകളെ നിരോധിച്ചു എന്നാണ് ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ വിവരണം. അവരുടെ കണ്ണുകളെ നിരോധിച്ചു. ഈ ബാഹ്യതലത്തിലെ അറിവുകൾ അല്പമൊന്ന് നിരോധിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉൾക്കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ആരാധനയിലും പ്രത്യേകിച്ച് പ്രമ്യോൻ സദറകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാശയമാണ്, കർത്താവെ, ഞങ്ങളുടെ അകക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വേദപുസ്തക ജ്ഞാനത്തിലൂടെ വേദാർത്ഥത്തിലൂടെ അകക്കണ്ണുകൾ പ്രകാശിപ്പിക്കണമെങ്കിൽ ഈ ബാഹ്യമായ അറിവുകളുടെ ഒരു നിരോധനം അത്യന്താപേക്ഷിതമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അസാന്നിധ്യമല്ല പ്രശ്നം, മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മുടെ ബോധമില്ലായ്മയാണ് പ്രശ്നം. കർത്താവ് കൂടെ ഉണ്ട് എന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. 51 സങ്കീർത്തനത്തിൽ ദാവീദിന്റെ പ്രാർത്ഥനയിലും ഇത് പ്രതിധ്വനിക്കുന്നുണ്ട്. ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ദൈവിക സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുന്നില്ല, മറിച്ച് നമ്മളിൽ വന്നിരിക്കുന്ന പരാജയം ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള കുറവാണ്. യേശുക്രിസ്തു ചേർന്ന് നടന്ന വേദാർത്ഥങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ ആത്മീയതയുടെ അഗാധ തലത്തിലേക്ക് അവരെ നയിച്ചു. ഇന്ന് നമുക്ക് വേദശാസ്ത്ര സംവാദങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്. സംഭാഷണങ്ങളുടെയൊക്കെ വിഷയീഭവിച്ചിരിക്കുന്ന പ്രമേയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ കബറടക്കം, കർത്താവിൻ്റെ പുനരുത്ഥാനം, വളരെ വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ. എന്നാൽ വി ഹാവ് തിയോളജിക്കൽ ഡിസ്കഷൻ, ഡയലോഗ്സ്, ബട്ട് നോ സ്പിരിച്വൽ ഇംപ്ലിക്കേഷൻസ്. ആധ്യാത്മികമായ അനുഭവതലം നഷ്ടപ്പെടുമ്പോൾ ഈ സംഭാഷണങ്ങൾക്കോ ഗൗരവമേറിയ വിഷയങ്ങൾക്കോ പ്രസക്തിയില്ല എന്നത് ശരിയായ ആത്മീയ അർത്ഥതലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ വേദഭാഗത്തിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത്, അവരുടെ കൂടെ നടന്ന വേദാർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവൻ സൂര്യാസ്തമയത്തോടടുത്ത് അവരിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ ഭാവിക്കുകയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിലെ
വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവൻ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്നു. ഉടനെ ഈ 2 ശിഷ്യന്മാർ അവനെ ക്ഷണിക്കുന്നു. എന്തിന്? ഞങ്ങളോടുകൂടെ പാർക്കണം എന്നതിനു വേണ്ടി അവനെ ക്ഷണിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ആവശ്യമായ എല്ലാ വഴി നടത്തിപ്പുകളും ദൈവം തരുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ യഥാർത്ഥത്തിൽ ദൈവം ഒരു അടിച്ചേൽപ്പിക്കുന്ന ക്രമീകരണം നിർവഹിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഒരു വിൽ പവർ, അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നന്മ തിരഞ്ഞെടുക്കുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്ക് അനുഭവമായി മനസ്സിലാക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവൻ നമ്മോടുകൂടെ ജീവിക്കുവാൻ ഉള്ളു തുറന്ന് നമ്മൾ അവനെ ക്ഷണിക്കണം. ഈ ശിഷ്യന്മാർ 2 പേരും ഉള്ളു തുറന്ന് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് അവൻ അല്പസമയത്തേക്ക് മുൻപോട്ട് പോകുവാൻ ഭാവിച്ചത്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. നന്മയും തിന്മയും വ്യത്യസ്തങ്ങളായ സാധ്യതകൾ തിരഞ്ഞെടുക്കുവാൻ നമുക്കുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. നാം തിരഞ്ഞെടുക്കുന്നതനുസരിച്ചാണ് ആത്മീയ അർത്ഥതലങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ പ്രായോഗികമാകുന്നത്. ആ ശിഷ്യന്മാർ 2 പേരും യേശുവിനെ ക്ഷണിക്കുന്നു. അവരോട് ഒരുമിച്ച് അവൻ പാർക്കുന്നു. ഇവിടെയാണ് ഈ വേദഭാഗത്തിൽ നമ്മുടെ സഭാ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസക്തമായ വിഷയം അത് പ്രതിപാദിക്കപ്പെടുന്നത്. ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. അവൻ അപ്പം എടുക്കുന്നു, അവനത് അനുഗ്രഹിക്കുന്നു, അവനത് നുറുക്കുന്നു, അത് കൊടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യന്റെ പ്രവൃത്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് മരണത്തിന്റെ ഫലം യഥാർത്ഥത്തിൽ അവർ കണ്ടു, അവരത് പറിച്ചു, അവത് തിന്നു, കൊടുത്തു. 4 വാക്കുകൾ ഇതാണ്. ഹൗവ ഫലം കണ്ടു, ഫലം പറിച്ചു, ഫലം തിന്നു, ആദമിനും കൊടുത്തു. പറിച്ചു, അതുപോലെ തന്നെ കണ്ടു, പറിച്ചു, തിന്നു, കൊടുത്തു എന്ന 4 വാക്കുകൾ അതാണ് പറുദീസ നഷ്ടത്തിന് കാരണമായി തീർന്നത്. എന്നാൽ ലൂക്കോസ് എവൻഗേലിയോസ് ഈ സംഭവം വിവരിക്കുമ്പോൾ ഇതിന് വലിയൊരു ആരാധന അർത്ഥതലമുണ്ട്. ഇവിടെ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരുടെ മടങ്ങിവരവിനെ, ഈ കൂട്ടായ്മയിലേക്കും ക്രിസ്തീയ ദൗത്യത്തിലേക്കും അവർ തിരികെ വരുന്നതിൻ്റെ അടിസ്ഥാനമായി ആരാധനാ ജീവിതത്തെ, കൗദാശിക ജീവിതത്തെ മനോഹരമായി ചിത്രീകരിക്കുകയാണ്. അവൻ തൃക്കരങ്ങളിൽ അപ്പം എടുത്തു, അത് അനുഗ്രഹിച്ചു, അത് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവർ അവനെ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണു തുറന്നു, തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ യേശു ക്രിസ്തു അപ്രത്യക്ഷനായി. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ആ രാത്രിയിൽ അവിടെ പാർക്കാതെ അവർ എഴുന്നേറ്റ് യെരൂശലേമിൽ ശിഷ്യ സമൂഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4 പ്രക്രിയകളിലൂടെ, 4 ക്രിയകളിലൂടെ, കണ്ടു, പറിച്ചു, തിന്നു, കൊടുത്തു എന്ന 4 ക്രിയകളിലൂടെ പറുദീസ നഷ്ടപ്പെട്ടുവെങ്കിൽ വിശുദ്ധ കുർബാന ആകുന്ന ജീവന്റെ ഫലത്തിലൂടെ, അമർത്യതയുടെ ഭക്ഷണത്തിലൂടെ മനോഹരമായി ദൈവീക പദ്ധതിയിലേക്ക് മനുഷ്യൻ മടങ്ങി വരുന്ന മനോഹര ചിത്രീകരണമാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മടങ്ങിവരവിലൂടെ ലൂക്കോസ് എവൻഗേലിയോസ് വിവരിക്കുന്നത്. സഹോദരങ്ങളെ, യേശു ക്രിസ്തു പല രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യം, മഗ്ദലനക്കാരത്തി മറിയയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ഒരു തോട്ടക്കാരനായിട്ടാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് സഹയാത്രികനായിട്ടാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് മറ്റൊരു രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പ്, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഇന്ന് നമുക്ക് യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെയാണ്? കർത്താവ് ഇന്നും നുറുക്കപ്പെട്ട അപ്പത്തിലൂടെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലൂടെ യേശു ക്രിസ്തുവിന്റെ സജീവമായ സാന്നിധ്യം സഭ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ കൗദാശിക ജീവിതം, വേദപുസ്തകം, സുവിശേഷ ഘോഷണം എന്നീ 3 പടികൾ അത് ഒരുമിച്ച് ചേർന്ന സമഗ്രമായി സഭ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ശിഷ്യന്മാർ
വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട ഉടനെ അവർ എഴുന്നേറ്റ് ആ ഉയർപ്പിന്റെ സുവിശേഷം യെരൂശലേമിൽ ശിഷ്യ സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിലുള്ള ആധ്യാത്മിക ജീവിതത്തിന്റെ മനോഹര പന്താവ് ഇവിടെ വെളിപ്പെടുന്നു. സഹോദരങ്ങളെ, ഇന്നും കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് വിവിധ രീതിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് തോട്ടക്കാരനായിട്ടോ സഹയാത്രികനായിട്ടോ മറ്റൊരു രൂപത്തിലോ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് ഒരു കോവിഡ് രോഗബാധിതനായി പ്രത്യക്ഷപ്പെടാം, ആരോഗ്യ പ്രവർത്തകനായി കർത്താവ് പ്രത്യക്ഷപ്പെടാം, എല്ലാറ്റിലും ഉപരി തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വരുന്ന പ്രവാസിയായി യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടാം. ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമോ? തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു മടങ്ങി വരവ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമായി തീരും. ഈ വേദഭാഗത്തിലൂടെ വളരെ സമഗ്രമായി നാം ഈ വേദഭാഗത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉപസംഹരിക്കാം. അമർത്യതയുടെ ഭക്ഷണമായ വിശുദ്ധ കുർബാനയിലൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തിരിച്ചറിഞ്ഞ് പർദീസയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അവിടെ നമ്മുടെ നന്മ പ്രവൃത്തികൾ, നമ്മൾ അധിവസിക്കുന്ന സമൂഹത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് നമ്മുടെ ആവശ്യം ശുശ്രൂഷ ആവശ്യപ്പെടുന്ന മനുഷ്യരുടെ മുഖത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാൻ സാധിച്ചാൽ പർദീസയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏദന്റെ പർദീസയിൽ മരണത്തിന്റെ പഴം ഭക്ഷിച്ച് പർദീസ നഷ്ടപ്പെട്ടുവെങ്കിൽ ഈ പുതിയ യുഗത്തിൽ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ അമർത്യതയുടെ അപ്പം, നുറുക്കപ്പെട്ട അപ്പം, അത് ഭക്ഷിച്ച നുറുക്കപ്പെട്ട അപ്പങ്ങളായി ഈ സമൂഹത്തിനെ പ്രയോജനകരമായി ഭവിക്കുവാൻ, ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഒരു തിരിച്ചുവരവും മടങ്ങിവരവും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.